ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ടൈപ്പ് ഓഫ് റൂൾസ് ഈസ് യൂസ്ഡ് ഫോർ മാർക്കിംഗ് ആൻഡ് മെഷറിംഗ് പാറ്റേൺ ആൻഡ് ഹോട്ട് ജോബ് ഹാൻഡിൽഡ് ബൈ ബ്ലാക്ക് സ്മിത്ത്. അതായത് ബ്ലാക്ക് സ്മിത്തുകൾക്ക് നമ്മുടെ മാർക്ക് ചെയ്യാനും മെഷറിങ്ങും ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്ന റൂൾ ഏത് ടൈപ്പ് റൂൾസ് ആണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഏത് ടൈപ്പ് റൂളാണ്? ഷ്രിങ്കേജ് റൂളാണ് അതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദി പാർട്ട് ഓഫ് കോമ്പിനേഷൻ സെറ്റ്. താഴെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിലെ കോമ്പിനേഷൻ സെറ്റിൻ്റെ ഭാഗം അല്ലാത്തത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഏതാണ്? സ്റ്റോക്കാണ്. എ ആണ് കറക്റ്റ് ആൻസർ. പ്രൊട്ടക്ടർ ഹെഡ്, സെൻറ്റർ ഹെഡ്, സ്ക്വയർ ഹെഡ് ഇതെല്ലാം ഇതിലുണ്ടാവും, കോമ്പിനേഷൻ സെറ്റിനകത്ത് ഉണ്ടാവും. ഈ സ്റ്റോക്ക് അതിനകത്ത് ഉണ്ടായില്ല. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടു കൺവേർട്ട് ദി ലീനിയർ മോഷൻ ഓഫ് ദി plunger of a dial test indicator to the rotary motion of the pointer, which one of the following mechanism is used? അതായത് നമുക്ക് ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ഡയൽ ടെസ്റ്റ് ഇൻഡിക്കേറ്റർ ഉണ്ടല്ലോ, ഡയൽ ടെസ്റ്റ് ഇൻഡിക്കേറ്റർ നമ്മുടെ പ്ലഞ്ചർ മൂവ് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മുടെ ഇതിനകത്ത് സ്കെയിൽ എന്ത് ചെയ്യുന്നുണ്ട്? റൊട്ടേറ്റ് ചെയ്യുന്നത്. അത് ഏത് മോഷൻ സഹായത്താലാണ് അത് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. ഏത് മോഷനാണ് വെച്ചാൽ റാക്ക് ആൻഡ് പിനിയൻ മെക്കാനിസം ഉപയോഗിച്ചിട്ടാണ് അതിനെ ആ മോഷനായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ ലീനിയർ മോഷനെ ഇങ്ങനെയുള്ള റൊട്ടേഷൻ മോഷനെ കൺവേർട്ട് ചെയ്താണ് റാക്ക് ആൻഡ് പിനിയൻ മെക്കാനിസം ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, to get a least count of 5 minutes in a vernier bevel protractor, the 23-degree main scales are divided into dash. അതായത് ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ബിവൽ പ്രൊട്രാക്ടർ ഉണ്ടല്ലോ, അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ അതാണ് 5 മിനിറ്റ്സ് ആണ്. ആ 5 മിനിറ്റ്സ് എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മെയിൻ സ്കെയിലിലെ 23 ഡിഗ്രിനെ എത്രയൊക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. എത്രയൊക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ 12 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് വെർനിയർ സ്കെയിലിലെ 12 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ആംഗിൾ വിച്ച് ഈസ് ലെസ് ദാൻ 90 ഡിഗ്രി ഈസ് കാൾഡ് ആസ് ഡാഷ്. അതായത് ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ആംഗിൾ ഉണ്ടല്ലോ, ആംഗിൾ കണ്ടുപിടിക്കുമ്പോൾ സമയത്ത് 90 ഡിഗ്രിയേക്കാൾ കുറഞ്ഞ ആംഗിൾ നമ്മൾ എന്താണ് പറയുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. എന്ത് പറയുന്നത്? അക്യുറേറ്റ് ആംഗിൾ എന്നാണ് പറയുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. ഈ കറക്റ്റ് 90 ഡിഗ്രിയാണ് നമ്മൾ എന്ത് പറയുക? റൈറ്റ് ആംഗിൾ എന്ന് പറയും. 90 ഡിഗ്രിയേക്കാൾ കൂടിക്കാൻ നമ്മൾ എന്ത് ഒപ്റ്റസ് ആംഗിൾ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇൻസ്ട്രുമെൻറ്റ് ഈസ് യൂസ്ഡ് ഫോർ ചെക്കിങ് ലാർജ് ഇൻറ്റേർണൽ ഡയമീറ്റർ. അതായത് വലിയ ഡയമീറ്റർ ഒക്കെ ഉണ്ടല്ലോ, ആ വലിയ ഡയമീറ്ററിൻ്റെ അളവ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. താഴെ തന്നെ 4 ഓപ്ഷനുകളിൽ വലിയ അളവുകൾ അളക്കാൻ ഉപയോഗിക്കുന്ന ഏതാണ്? ടെലിസ്കോപ്പിക് ഗേജാണ് യൂസ് ചെയ്യുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. ഈ ചെറിയ ചെറിയ ഹോളിൻ്റെ ഡയമീറ്ററൊക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സ്നാപ്പോ അല്ലെങ്കിൽ പ്ലഗ് ഗേജോ ഒക്കെ യൂസ് ചെയ്ത് ചെറിയ ചെറിയ ഹോളിൻ്റെ, വലിയ ഹോളിൻ്റെയൊക്കെ നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ടെലിസ്കോപ്പിക് ഗേജാണ് യൂസ് ചെയ്യുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് യൂസ്ഡ് ടു റെക്ടിഫൈ ഡാമേജ് ഓർ റസ്റ്റഡ് ത്രെഡ്. അതായത് ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ത്രെഡിലെ ഡാമേജ് ആയതോ തുരുമ്പ് വന്നതോ ആയ ത്രെഡുകളുണ്ടല്ലോ, ആ ത്രെഡിനെ നല്ല ത്രെഡാക്കാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ് പേരേത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ പേര് ഏതാണ്? ഡൈനട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി റേഷ്യോ ബിറ്റ്വീൻ ദി ഡിഫറൻസ് ഇൻ ഡയാമീറ്റേഴ്സ് ഓഫ് ടാപ്പർ ആൻഡ് ഇറ്റ്സ് ലെങ്ത് ഈസ് നോൺ ആസ് ഡാഷ്. അതായത് ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ഡയാമീറ്റർ ഉണ്ടോ, ടാപ്പറിൻ്റെ ഡയാമീറ്ററിനെയും അതിൻ്റെ ലെങ്ത്തും തമ്മിലുള്ള റേഷ്യോൻ്റെ ഡിഫറൻസിനെ പറയുന്ന പേരെന്ത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം ബി ആണ്, കോൺസിറ്റി എന്നാണ് പറയുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബട്ടേഴ്സ് ത്രെഡ്സ് ആർ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഫോർ ഡാഷ്. അതായത് ബട്ടേഴ്സ് ത്രെഡ് ഉണ്ടല്ലോ, അത് കോമൺ ആയിട്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം റെസിസ്റ്റൻസ് ഫോഴ്സ് എക്സ്റ്റെൻഡ് ഓൺ വൺ ഡയറക്ഷൻ ഓൺലി. അതായത് ഒരു ഡയറക്ഷനിൽ മാത്രമേ മൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സ്പ്ലിറ്റ് പിൻ ഈസ് യൂസ്ഡ് ഫോർ ലോക്കിംഗ് പർപ്പസ് ഇൻ ഡാഷ്. അതായത് സ്പ്ലിറ്റ് പിൻ ഉണ്ടല്ലോ, സ്പ്ലിറ്റ് പിന്ന് ഏത് ലോക്കിംഗ് പർപ്പസിനെയാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കാസ്റ്റൽ നട്ടിൻ്റെ ലോക്കിംഗ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത് സ്പ്ലിറ്റ് പിൻ. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈൽ ത്രെഡിങ് ഓൺ ലെയ്ത്ത് ദി കാരേജ് ഈസ് മൂവ്ഡ് ബൈ മീൻസ് ഓഫ് ഡാഷ്. അതായത് നമ്മുടെ ലെയ്ത്ത് ഉപയോഗിച്ച് നമ്മൾ ത്രെഡ് കട്ട് ചെയ്യുന്ന സമയത്ത് കാരേജ് ഉണ്ടല്ലോ, അതിൻ്റെ സഹായത്താലാണ് മൂവ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. ഏതിൻ്റെ സഹായത്താലാണ് കാരേജ് മൂവ് ചെയ്യുന്നത്? ലീഡ് സ്ക്രൂവിൻ്റെ സഹായത്താലാണ് കാരേജ് മൂവ് ചെയ്യുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ബെൽറ്റ് ഫാസ്റ്റനേഴ്സ് ഈസ് യൂസ്ഡ് ഫോർ ഹെവി ഡ്യൂട്ടി മെഷീൻ. അതായത് ഹെവി ഡ്യൂട്ടി മെഷീനുകൾ യൂസ് ചെയ്യുന്ന ബെൽറ്റ് ഫാസ്റ്റനേഴ്സ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. ഏത് ടൈപ്പാണ്? ലെഗറൽ ടൈപ്പ് ബെൽറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഫയൽ കാർഡ് ഈസ് യൂസ്ഡ് ഡാഷ്. നമ്മുടെ ഫയലിൻ്റെ കാർഡ് ഉണ്ടല്ലോ, ആ ഫയൽ കാർഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഫയൽ കാർഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടു ക്ലീൻ ദി ഫയൽ ടീത്ത്. ഫയലിൻ്റെ ടീത്ത് ഉണ്ടല്ലോ, അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ബെഞ്ച് വൈസ് സ്പിൻഡിൽ ഹാസ് ഡാഷ്. ബെഞ്ച് വൈസിൻ്റെ സ്പിൻഡിൽ എന്തുണ്ടാവും? സ്ക്വയർ ത്രെഡാണ് ബെഞ്ച് വൈസിൻ്റെ സ്പിൻഡിൽ ഉണ്ടാകുക. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി പിച്ച് ഓഫ് ദി സ്ക്രൂ ഓഫ് ദി സ്പിൻഡിൽ ഓഫ് ദി എക്സ്റ്റേണൽ മൈക്രോമീറ്റർ. അതായത് എക്സ്റ്റേണൽ മൈക്രോമീറ്റർ ഉണ്ടല്ലോ, ഈ എക്സ്റ്റേണൽ മൈക്രോമീറ്ററിൻ്റെ സ്പിൻഡിലുണ്ട്. ആ സ്പിൻഡിലിൻ്റെ പിച്ച് എത്ര വരെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. എത്ര പിച്ച് എന്ന് പറയുന്നത്? 0.5 mm വരെ ആയിരിക്കും അതിൻ്റെ പിച്ച്. സി ആണ് കറക്റ്റ് ആൻസർ. വിച്ച് ഓഫ് ദിസ് ഇൻസ്ട്രുമെൻറ്റ് ഈസ് യൂസ്ഡ് ടു ചെക്ക് ദി കോൺസെൻട്രിസിറ്റി ഓഫ് ദി ഔട്ട്സൈഡ് ഡയാമീറ്റർ. അതായത് ഔട്ട്സൈഡ് ഡയാമീറ്ററിൻ്റെ കോൺസെൻട്രിസിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരെന്ത് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം തന്നെ ഡയൽ ഗേജ് ആണ് അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ലീസ്റ്റ് കൗണ്ട് ഓഫ് ദി മെട്രിക് വെർനിയർ കാലിബർ ഈസ് ഡാഷ്. അതായത് മെട്രിക് വെർനിയർ കാലിബറിൻ്റെ ലീസ്റ്റ് കൗണ്ട് എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. എത്രയാണ്? 0.02 mm ആണ്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടു കൺവേർട്ട് ഇഞ്ചസ് ഇൻറ്റു മില്ലിമീറ്റർ. അതായത് ഇഞ്ചസിനെ മില്ലിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 1 ഇഞ്ച് എന്ന് പറഞ്ഞാൽ എത്ര mm ആണ് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. എത്ര mm ആണ്? 25.4 mm ആണ് എന്ത് 1 ഇഞ്ച് എന്ന് പറയുന്നത്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ട്രമൽ ഈസ് യൂസ്ഡ് ഫോർ ഡാഷ്. ട്രമൽസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ റേഡിയസോ സർക്കിളോ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ട്രമൽസ് യൂസ് ചെയ്യുന്നത്. ഉത്തരം ഏതാണ്? സി ആണ്. മാർക്കിംഗ് ലോങ് റേഡിയസ് ഓർ സർക്കിൾ, വലിയ സർക്കിളൊക്കെ വരയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ട്രമൽസ് യൂസ് ചെയ്യുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പെർസെൻറ്റേജ് ഓഫ് കാർബൺ ഇൻ പിഗ് അയൺ ഈസ് ഡാഷ്. അതായത് പിഗ് അയണിലെ കാർബൺ പെർസെൻറ്റേജ് എത്ര വരെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം എത്രയാണ്? 3 to 5%. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു മെഷർ ഹയർ ടെമ്പറേച്ചർ ഓഫ് ഫർണസ് ഡാഷ്. അതായത് ഫർണസുകളുടെ ഹയർ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരെന്ത് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. ഇൻസ്ട്രുമെൻ്റ് പേര് പൈറോമീറ്റർ ആണ് ഇതിനുവേണ്ടി യൂസ് ചെയ്യുന്നത്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഡെപ്ത് ഓഫ് എ 1s വി ത്രെഡ് ഷുഡ് ബി ഡാഷ്. ഈ 1s വി ത്രെഡിൻ്റെ ഡെപ്ത് എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. എത്രയായിരിക്കും? അതിൻ്റെ ഉത്തരം 0.61 p ആണ്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, BSF ത്രെഡ് ആർ യൂസ്ഡ് ഫോർ ഡാഷ്. BSF ത്രെഡ് ഉണ്ടല്ലോ, അത് എവിടെയാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ ഗുഡ്സ് സ്ഥലത്താണ് BSF ത്രെഡുകൾ യൂസ് ചെയ്യുന്നത്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തിക്നെസ് ഓഫ് എ എക്സേണൽ നട്ട് ഈസ് ഡാഷ്. അതായത് എക്സേണൽ നട്ടിൻ്റെ തിക്നെസ് എങ്ങനെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം ഈക്വൽ ടു ദി നോമിനൽ ഡയമീറ്റർ ഓഫ് ദി ബോൾട്ട്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഷേപ്പ് ഓഫ് എ വുഡ്രഫ് കീ ഈസ് ഡാഷ്. വുഡ്രഫ് കീയുടെ ഷേപ്പ് എങ്ങനെയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. എങ്ങനെയായിരിക്കും? ഹാഫ് റൗണ്ട് ഓൺ ഇറ്റ്സ് പ്രൊഫൈൽ വിത്ത് എ ഈവൻ വിത്ത് ആൻഡ് തിക്നെസ്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ എക്സാമ്പിൾ ഓഫ് ആൻ ആൻറ്റി ഫ്രിക്ഷണൽ ബിയറിംഗ്. ആൻറ്റി ഫ്രിക്ഷണൽ ബിയറിങ്ങിൻ്റെ എക്സാമ്പിൾ ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. നാളത്തെ 4 ഓപ്ഷനിൽ ശരിയായ ഉത്തരം ഏതാണ്? റോളർ ബിയറിംഗ് ആണ് ആൻറ്റി ഫ്രിക്ഷൻ ബിയറിംഗ് എന്ന് പറയുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ യൂണിയൻ ഈസ് യൂസ്ഡ് ഇൻ എ പൈപ്പ് ലൈൻ ഈസ് ഡാഷ്. അതായത് പൈപ്പ് ലൈനുകളിൽ നമ്മൾ യൂണിയൻ പറഞ്ഞൊരു ഡിവൈസ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആവശ്യകത എന്ത്, അല്ലെങ്കിൽ അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചത്. എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടു സെപ്പറേറ്റ് ദി കണക്ഷൻ വിത്തൗട്ട് ഡിസ്റ്റർബിങ് ദി യൂണിറ്റ്. അതായത് 2 പൈപ്പുകൾ ജോയിൻ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പൈപ്പ് എന്താണ് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ, അതായത് മറ്റൊരു പൈപ്പിനെ എന്ത് ചെയ്യണം? ഡിസ്റ്റർബ് ചെയ്യാതെ അഴിച്ചെടുക്കാനാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. എ ആണ് കറക്റ്റ് ആൻസർ. Next question, the device fitted on micrometer to ensure uniform pressure between the measuring face of the micrometer while measuring dash. അതായത് ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ മൈക്രോമീറ്ററിൽ ഒരു യൂണിഫോമായിട്ട് പ്രഷർ കൊടുക്കാനൊരു ഡിവൈസ് വെച്ചിട്ടുണ്ട്. ആ ഡിവൈസിൻ്റെ പേരെന്ത് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. അതിൻ്റെ പേര് റാച്ചറ്റ് സ്റ്റോപ്പാണ് അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി പ്രോസസ് ഓഫ് മൈൽഡ് സ്റ്റീൽ കോട്ടഡ് വിത്ത് സിങ്ക് ഈസ് കാൾഡ് ഡാഷ്.
അതായത് മൈൽഡ് സ്റ്റീലിൻ്റെ മേലെ സിങ്ക് കോട്ട് ചെയ്യുന്ന പ്രോസസ്സിന് എന്താണ് പറയുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. പറയുന്നത് ഗാൽവനൈസിങ് എന്നാണ് പറയുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ആക്ട് ഓഫ് ജോയിനിങ് ദ സ്ലിപ്പ് ഗേജസ് ടുഗദർ വൈൽ ബിൽഡിംഗ് അപ്പ് ടു ദി സൈസ്. അതായത് രണ്ട് സ്ലിപ്പ് ഗേജുകൾ തമ്മിൽ ജോയിൻ ചെയ്യുക എന്നിട്ട് ഒറ്റ സൈസ് ആക്കുന്നു. ആ പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്ത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട്. അതിന് പറയുന്നത് റിങ്ങിങ് എന്നാണ് അതിന് പറയുന്നത്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് നട്ട് ആർ യൂസ്ഡ് ടു പ്രൊട്ടക്ട് ദി ബോൾട്ട് ആൻഡ് ത്രെഡ്സ് ഫ്രം ഡാമേജ്ഡ് ആൻഡ് ദേ ആൾസോ ആക്ട് ആസ് പ്രൊട്ടക്ട് ഫ്രം സേഫ് വർക്കിംഗ്. അതായത് ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചിരിക്കുന്നത്, നമ്മുടെ ത്രെഡ് ഉണ്ടല്ലോ, അത് ബോൾട്ടുകളുടെ ത്രെഡിന് മേലെ ഡാമേജ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു നട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഏത് ടൈപ്പ് നട്ടാണ് ഇതിന് യൂസ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഏത് ടൈപ്പ് നട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്സ് നട്ടുകളാണ് അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് യൂസ്ഡ് ടു മെഷർ ദി ഇഫക്റ്റീവ് ഡയമീറ്റർ ഓഫ് സ്ക്രൂ ത്രെഡ്. ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചിരിക്കുന്നത്, നമ്മുടെ ത്രെഡുകളുണ്ടല്ലോ ആ ത്രെഡിൻ്റെയൊക്കെ കറക്റ്റ് ഡയമീറ്റർ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസിൻ്റെ പേരെന്ത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതായത് സ്ക്രൂ ത്രെഡ് മൈക്രോമീറ്ററാണ് അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി മോസ്റ്റ് കോമൺലി യൂസ്ഡ് റിവറ്റ് ഫോർ സ്ട്രക്ചറൽ വർക്ക്. അതായത് സ്ട്രക്ചറൽ വർക്കുകൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന റിവറ്റിൻ്റെ പേരേത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതാണ് സ്നാപ്പ് ഹെഡ് റിവറ്റുകളാണ് അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ടൈപ്പ് ഓഫ് സ്പ്രിങ് ആർ യൂസ്ഡ് ഇൻ മാനുഫാക്ചറിങ് ഓഫ് റൈറ്റിംഗ് പാഡ് ക്ലിപ്സ്. അതായത് റൈറ്റിംഗ് പാഡുകളൊക്കെ യൂസ് ചെയ്യുന്ന ക്ലിപ്സ് ഉണ്ടല്ലോ, ആ ക്ലിപ്സുകൾ യൂസ് ചെയ്യുന്ന സ്പ്രിങ് ഏത് ടൈപ്പാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഏത് ടൈപ്പാണ്? ഹെലിക്കൽ ടോർഷൻ സ്പ്രിങ് ആണ് അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിങ്ക് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദി ഓർ ഓഫ് ഡാഷ്. അതായത് സിങ്ക് മാനുഫാക്ചറിങ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഓർ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഏത് ഓറാണ്? കാലമൈറ്റ് ആണ്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് യൂസ്ഡ് ഫോർ ഹോൾഡിംഗ് ഓർ ഗ്രിപ്പിംഗ് ലാർജ് ഡയമീറ്റർ പൈപ്പ്. അതായത് ലാർജ് ഡയമീറ്ററുള്ള പൈപ്പുകളിൽ ഹോൾഡ് ചെയ്യാനോ ഗ്രിപ്പ് ചെയ്യാനോ യൂസ് ചെയ്യുന്ന ഡിവൈസിൻ്റെ പേരേത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതിന് ചെയിൻ റിഞ്ചാണ് അത് നമ്മൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ മെത്തേഡ് ഫോർ ഫൈൻഡിങ് ഹാർഡ്നെസ് ഓഫ് സോഫ്റ്റ് മെറ്റൽ. അതായത് നമ്മൾ സോഫ്റ്റായ മെറ്റീരിയലിനെ ഹാർഡ്നെസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസിൻ്റെ മെത്തേഡിൻ്റെ പേരേത് എന്നാണ് ക്വസ്റ്റ്യൻ. ഏത് ഡിവൈസാണ്? അതിൻ്റെ ഉത്തരം ബ്രിണാൽ ഹാർഡ്നെസ് ടെസ്റ്റ് ആണ്. എ ആണ് കറക്റ്റ് ആൻസർ.